ഹൗ ടു ബി മോർ കോൺഫിഡൻറ്റ് 3 ടിപ്സ് ദാറ്റ് വർക്ക്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് സെൽഫ് കോൺഫിഡൻസ് എന്നുള്ള ആത്മവിശ്വാസം. നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട്, എല്ലാ സ്കിൽസും ഉണ്ട്, നമുക്ക് ഇഷ്ടംപോലെ മോട്ടിവേഷനും കിട്ടുന്നുണ്ട്, ചുറ്റുമുള്ള എൻവയോൺമെൻറ്റും നല്ലതാണ്. ബട്ട് ഇഫ് യു ആർ നോട്ട് ഹാവിങ് ദ കോൺഫിഡൻസ് ടു അച്ചീവ്, വാട്ട് വിൽ ഹാപ്പൻ? ഒബിയസ്ലി നമ്മുടെ സക്സസിനെ അത് ബാധിക്കും. സോ നമ്മുടെ സക്സസിന് ആവശ്യമുള്ള ബേസിക് ആയിട്ടുള്ള ഘടകങ്ങളിൽ ഒന്നാണ് സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളത്. സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള 3 ടിപ്സാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ്. നമുക്ക് ചില സമയത്ത് സെൽഫ് കോൺഫിഡൻസ് കുറച്ച് കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ ചെറിയ ചെറിയ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ്, അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക, എന്നിട്ട് അത് അച്ചീവ് ചെയ്യാം. അപ്പോൾ വൺ സ്റ്റെപ്പ് നിങ്ങൾ മുന്നിലാണ്. ആൻഡ് ടെൽ യുവർ സെൽഫ്, ഐ ആം ദ സക്സസ്ഫുൾ പേഴ്സൺ. കുഞ്ഞു വിക്ടറി ആയിക്കോട്ടെ, ചെറിയ ജയങ്ങളായിക്കോട്ടെ. അതായത് ഞാൻ 15 മിനിറ്റ് എക്സസൈസ് ചെയ്തു, ഐ ഹാവ് ഡൺ മൈ 15 മിനിറ്റ്സ് എക്സസൈസ്, അല്ലെങ്കിൽ 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്തു. അതുമല്ലെങ്കിൽ ഒരു 6 ഗ്ലാസ് വെള്ളം കുടിച്ചു, 7 ഗ്ലാസ് വെള്ളം കുടിച്ചു, 8 മണിക്കൂർ ഞാൻ ഉറങ്ങി, സെൽഫ് കെയർ ഞാൻ പ്രാക്ടീസ് ചെയ്തു. സോ ദീസ് ആർ ദ റിയലിസ്റ്റിക് ഗോൾസ്. ഇതൊക്കെ അച്ചീവബിൾ ആണ്, ആർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾസ് ആണ്. ദെൻ ഫീൽ പ്രൗഡ് ടു യുവർ സെൽഫ്. ഞാൻ ഇതൊക്കെ അച്ചീവ് ചെയ്തതിൽ ഞാൻ പ്രൗഡാണ് എന്നുള്ളത്. ദിസ് വിൽ ബൂസ്റ്റ് യുവർ സെൽഫ് കോൺഫിഡൻസ്. ഇനി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ ഇത്ര ലെസൺസ് പഠിച്ചു തീർത്തു, ഓക്കെ, ഞാൻ ഇത്ര ലെസൺസിൽ ഞാൻ തറവായി, ഇത്ര MCQs പഠിച്ചു, ഇത്ര 2 മാർക്ക് ക്വസ്റ്റ്യൻ പഠിച്ചു, എക്സാം വരെയാണ്. സോ ദിസ് വിൽ ബൂസ്റ്റ് യുവർ സെൽഫ് കോൺഫിഡൻസ്. ചെറിയ ചെറിയ പോർഷൻസ് ആക്കി പഠിച്ചു തീർത്തു. നമ്മൾ ചിലപ്പോൾ ഒരു ബൾക്ക് ഇത്ര 8-9 ലെസൺസ് പഠിച്ചു തീർക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ 1 അവറിൽ 1 ലെസൺ പഠിച്ചു തരുന്നു. ദിസ് വിൽ ബൂസ്റ്റ് യുവർ സെൽഫ് കോൺഫിഡൻസ്. റിയലിസ്റ്റിക് ഗോൾ ആണല്ലോ 1 അവറിൽ 1 ലെസൺ പഠിച്ചു തീർക്കുക എന്നുള്ളത്, ബിക്കോസ് ഇറ്റ്സ് യുവർ റിവിഷൻ. സോ അങ്ങനെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യാം. ദെൻ റെക്കഗ്നൈസ് യുവർ വർത്ത്. പലപ്പോഴും നമുക്ക് സെൽഫ് കോൺഫിഡൻസ് പോകുന്നത് നമ്മുടെ മൂല്യം, നമ്മുടെ വാല്യൂ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാത്ത സമയത്താണ് നമ്മൾക്ക് ആ കോൺഫിഡൻസ് എവിടെയോ ലാക്കായി പോകുന്നത്. സോ റെക്കഗ്നൈസ് യുവർ വർത്ത്. നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്കിതൊക്കെ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നമുക്കിതൊക്കെ ഓർമ്മിച്ച് വെക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വിജയം അവിടെ ഉറപ്പാണ്. നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അതിനുള്ള കഴിവ് നമുക്കുണ്ട്, നമുക്ക് ബുദ്ധിശക്തിയുണ്ട്. സോ റെക്കഗ്നൈസ് യുവർ വർത്ത്. നമ്മുടെ മൂല്യം നമ്മൾ മനസ്സിലാക്കി. സോ സക്സസ് ഈസ് യുവേഴ്സ്. അവിടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തു അല്ലേ? ഇനി മൂന്നാമത്തെ, കീപ് 3 ഡെയിലി പ്രോമിസസ് ടു യുവർ സെൽഫ്. നമ്മളോട് തന്നെ 3 പ്രോമിസ് പറഞ്ഞിട്ട് അത് നമ്മൾ ഫുൾഫിൽ ചെയ്യാം. നമ്മൾ പറയുന്ന പ്രോമിസ് ചുമ്മാ അങ്ങനെ പറഞ്ഞിട്ട് പോയല്ലേ ചെയ്യുക. വി ഹാവ് ടു ഫുൾഫിൽ ആ പ്രോമിസ്. നമ്മൾ പറഞ്ഞ കീപ്പ് ചെയ്ത പ്രോമിസ് കറക്റ്റായിട്ട് നമ്മളോട് തന്നെ അത് കീപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് റീചെക്ക് ചെയ്യാം. ഓക്കെ, ദിസ് ഓൾസോ വിൽ ബൂസ്റ്റ് യുവർ സെൽഫ് കോൺഫിഡൻസ്. ബിക്കോസ് കുട്ടി കുട്ടി കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് ഫീലില്ലേ, വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം കേട്ടോ. അതായത് നമ്മളിപ്പോൾ പറയാണ് ഐ സ്റ്റഡി അറ്റ് 5 ആൻഡ് യു ആർ നോട്ട് ഡൂയിങ് ദാറ്റ്. അപ്പോൾ ബ്രെയിൻ സ്റ്റോപ്പ് ട്രസ്റ്റിംഗ് ടു യു. നമ്മളെ ബ്രെയിൻ വിചാരിക്കും, ഇവർ പറഞ്ഞിട്ട് ആ പ്രോമിസ് ഒന്നും കീപ്പ് ചെയ്യുന്നില്ല കേട്ടോ എന്ന് നമ്മളോട് തന്നെ പറയും. ബട്ട് വെൻ യു ഫോളോ ത്രൂ, ഞാൻ 5 മണിക്ക് എണീക്കും, ഞാൻ 5 മണിക്ക് എണീറ്റിട്ട് 6 മണിക്ക് പഠിക്കും എന്ന് നമ്മൾ സ്വയം പറഞ്ഞിട്ട് ആ പ്രോമിസ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ യു ബിൽഡ് സെൽഫ് റെസ്പെക്ട് ആൻഡ് കോൺഫിഡൻസ്. ദെൻ ഇത് ആക്ഷനിലേക്ക് നമ്മളെ നയിക്കും. ആ സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെറിയ ചെറിയ വിജയങ്ങളിലേക്ക് അത് നയിക്കും. ഈ ചെറിയ ചെറിയ വിജയങ്ങളാണ് ബിഗ് വിക്ടറി ആയി തീരുന്നത് അല്ലേ? സ്റ്റാർട്ട് സ്മോൾ, ഫിനിഷ് വാട്ട് യു സ്റ്റാർട്ട് ആൻഡ് റിപ്പീറ്റ് ഡെയിലി. ആ ഒരു പ്രോമിസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു സിൻസിയർ ആയിട്ടുള്ളൊരു വർക്കാണ്. ഇതൊരു ഡ്രാമയൊന്നല്ല കേട്ടോ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ബട്ട് യു ക്യാൻ ഡു ആൻഡ് ഫിനിഷ് യുവർ റിയലിസ്റ്റിക് ഗോൾസ്. സെൽഫ് ട്രസ്റ്റ് ഈസ് ദ ഫസ്റ്റ് സീക്രട്ട് ഓഫ് സക്സസ്. നമ്മളെ വിശ്വസിക്കുക എന്നുള്ളതാണ് സീക്രട്ട് ഓഫ് സക്സസ്, ഒരു വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്.
നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക. നമ്മൾ നമ്മളിൽ തന്നെ വിശ്വാസമുള്ളവരായി തീരുക. അങ്ങനെ ആത്മവിശ്വാസം വളർത്തിയെടുക്കുക. ഒരുപാട് ടിപ്സ് നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. പക്ഷെ ഇത് ഈസിയാണ് ഫോളോ ചെയ്യാൻ എന്ന് തോന്നിയതാണ് നിങ്ങളോട് ഷെയർ ചെയ്തത് കേട്ടോ. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ. എല്ലാവരും സെൽഫ് കോൺഫിഡൻസ് വളർത്തിയെടുക്കുക. താങ്ക് യു.